അപ്പൊ ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. ആദ്യം അപ്പം ഫസ്റ്റ് നമുക്ക് അതില് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പിന്നെ അതില് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? VSEPR തിയറി പറഞ്ഞു, പിന്നെ VBT പറഞ്ഞു. ഒരു മോളിക്യൂളിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷൻ, അതിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ് VSEPR തിയറി. VSEPR തിയറിന്റെ കുറെ എന്താണ് കുറെ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള വേറൊരു തിയറി ആയിരുന്നു VBT. VBTയിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു. പിന്നെ പറഞ്ഞ തിയറി ആയിരുന്നു MOT. ഓക്കെ, അപ്പോ VSEPR തിയറിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ എന്താണ് കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് എന്താണ്, ഞാനിപ്പോ കുറെ പറയാൻ നിന്നാല് തീരില്ല. അപ്പോ ഷേപ്സ് കാണാനാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാല് ഷേപ്പ് കാണാനുള്ളതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പൊ BRF3 അതിന്റെ ഷേപ്പ് എന്താ, അതുപോലെ തന്നെ CCl4 അതിന്റെ ഷേപ്പ് എന്താ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഞാൻ അതിലൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ, അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ്, ജിയോമെട്രി അങ്ങനെയൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദി ഷേപ്പ് ഓഫ് ആ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദി ഷേപ്പ് ഓഫ് BRF3 ഇസ് ഫസ്റ്റ് ഓപ്ഷൻ ട്രയാഗണൽ പിരമിഡൽ, സെക്കൻഡ് ഓപ്ഷൻ ട്രയാഗണൽ പ്ലാനാർ, തേർഡ് ഓപ്ഷൻ ട്രയാഗണൽ ബൈപിരമിഡൽ, ഫോർത്ത് ഓപ്ഷൻ T ഷേപ്പ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ജോമെട്രിയും ഷേപ്പും ഡിഫറെന്റ് ആണ്. ജോമെട്രി എന്ന് പറയുന്നത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് അത് അക്കോർഡിംഗ് ഞാൻ പറയാം. BRF3 ബ്രോമിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണ? ബ്രോമിൻ 7 + 3. കാരണം ഇത് F ആണ്, ഫ്ലൂറിൻ ആണ്, അപ്പൊ മോണോ വാലന്റ് ആണ്. നമ്മളെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര മോണോ വാലന്റ് ആറ്റംസ് ഉണ്ടോ അത് ആഡ് ചെയ്യാം. പ്ലസ് ഇതിന് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ, ഇപ്പൊ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +1 എന്നാണെങ്കിൽ മൈനസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ചാർജ് ഒന്നുമില്ല. അപ്പൊ 7 + 3 is 10. 10/2 5. അപ്പൊ 5ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d. കാരണം 5 ഹൈബ്രിഡ് ഓർബിറ്റൽ ചേർന്നിട്ട് നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് sp3d. അപ്പൊ നമുക്ക് 5 ആണ് ആൻസർ കിട്ടിയതെങ്കിൽ ദി ജോമെട്രി വിൽ ബി വാട്ട്? ട്രയാഗണൽ ബൈപിരമിഡൽ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷേപ്പ് ആണ്. അപ്പൊ ബ്രോമിനില് 3 ബോണ്ട് പെയർസ് ഉണ്ടാവും, കാരണം BRF ബോണ്ട്സ് ഉണ്ടാവും. ബാക്കി എത്ര ലോൺ പെയർസ് ഉണ്ടാവും? ഇപ്പൊ ബ്രോമിനിലുള്ള 3 ഇലക്ട്രോണ് ബോണ്ട് ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, 7 എണ്ണത്തിൽ 3 എണ്ണം ബോണ്ട് ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ടാവുക? ബാക്കി എത്ര എണ്ണം ഉണ്ടാവുക? 2 ലോൺ പെയർ. 2 ലോൺ പെയർ. ഓക്കെ, ആ 2 ലോൺ പെയർ എവിടെ ഓക്യുപ്പൈ ചെയ്യും? ബെൻസ് റൂള് പ്രകാരം നമ്മുടെ ഇക്വേറ്റോറിയൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ്? അറ്റ് ലാസ്റ്റ് കിട്ടുന്ന ഷേപ്പ് എന്താണ്? T ഷേപ്പ് എന്നാണ് കിട്ടുക. ഇനി ഇതേ ക്വസ്റ്റ്യന് വാട്ട് ഇസ് ദി ജോമെട്രി ഓഫ് BRF3 എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ ആൻസർ? ട്രയാഗണൽ ബൈപിരമിഡ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇറ്റ് വിൽ ബി T ഷേപ്പ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഹലോ, മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചോ. കാരണം ഇത് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ ഷേപ്പ് എന്താ, ഇതിന്റെ ജോമെട്രി എന്താ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഹാവിംഗ് സിമിലർ ജോമെട്രി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡു നോട്ട് ഹാവ് സിമിലർ ജോമെട്രി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഹാവിംഗ് ജോമെട്രി ഓഫ് CO2, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർസ് the species have similar geometry? സിമിലർ ജോമെട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം CO2 ആൻഡ് SO2. CO2 എന്ന് പറയുമ്പോൾ കാർബൺ എത്ര വാലൻസ് ഇലക്ട്രോൺസാ? 4 വാലൻസ് ഇലക്ട്രോൺ. പിന്നെ അതിന് ചുറ്റും എന്തെങ്കിലും ഉണ്ടോ? മോണോവാലന്റ് ആയിട്ടുള്ളത് ഉണ്ടോ? ഇല്ല.
ഇല്ല. അപ്പം എന്താണ്, അപ്പൊ നമുക്ക് ആഡ് ചെയ്യണ്ട. അപ്പൊ 4/2 എന്ന് പറഞ്ഞാൽ എന്താണ് 2 എന്താണ് SP. സോ ഇറ്റ് വിൽ ബി ലീനിയർ ഇൻ ഷേപ്പ്. ഓക്കെ. ഇനി സൾഫറിന് എത്ര വാലൻസ് ഇലക്ട്രോൺസാ? 6 പ്ലസ് ഒന്നുമില്ല. ഇവിടെ എന്താണ്, ഇത് ഡൈവാലന്റ്, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ 6/3 സോറി 6/2 3 എന്താണ് ട്രയഗണൽ പ്ലാനാർ അല്ലെങ്കിൽ ആംഗുലർ ഷേപ്പ്. ഓക്കെ. ട്രയഗണൽ പ്ലാനാർ ഇവിടെ പിന്നെ എന്താണ് ഒരു ലോൺ പെയർ ആയിട്ട് നിൽക്കും. അപ്പം ആംഗുലർ ഷേപ്പ് ആണ് ഇതിനുള്ളത്. ഓക്കെ. അപ്പൊ ഇതിന് രണ്ടിനും എന്താണ് സിമിലർ ജിയോമെട്രി അല്ല. ഇനി അടുത്തത് NH3 BH3. NH3 നോക്കിക്കേ, നൈട്രജൻ എത്രയാണ് ലോൺ പേഴ്സ്? നൈട്രജൻ എത്ര ലോൺ പേഴ്സാ? 5 പ്ലസ് 3 8 8/2 4. അപ്പൊ ഇതെന്താണ് ടെട്രാഹൈഡ്രൽ ആണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി BH3ക്ക് എത്ര ലോൺ വാലൻസ് ഇലക്ട്രോൺസ് ആണ്? 3 പ്ലസ് 6 6/2 3. അപ്പൊ ട്രയഗണൽ പ്ലാനാർ ആണ് ഇതിന്റെ ജിയോമെട്രി. അപ്പൊ ഇതും അല്ല. ഓക്കെ. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഇനി CO3 2- C കാർബണിന് എത്ര വാലൻസ് ഇലക്ട്രോൺസാ? 4 പ്ലസ് 2 6 6/2 3. അപ്പൊ ട്രയഗണൽ പ്ലാനാർ. ഇനി SO3 2- 6 പ്ലസ് 2 2 മൈനസ് ഉള്ളതുകൊണ്ട് 6 പ്ലസ് 2 8 8/2 എത്രയാ? 4. അപ്പൊ അതെന്താണ് ടെട്രാഹൈഡ്രൽ ഷേപ്പ് ആയിട്ടാണ് നിൽക്കുക. പിന്നെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി ഹാവിംഗ് എ പിരമിഡൽ ഷേപ്പ് ആൻഡ് ടെട്രാഹൈഡ്രൽ ജിയോമെട്രി. അപ്പൊ ഇതും എന്തല്ല സിമിലർ ജിയോമെട്രി അല്ല. ഇനി SO4 2- ആൻഡ് ClO4 2-. SO4ല് സൾഫർ ആണ് എന്ത് നമ്മുടെ സെൻട്രൽ ആറ്റം. സോറി 6 പ്ലസ് 2 എത്രയാണ്? 8/2 4 ടെട്രാഹൈഡ്രൽ. ഇനി ക്ലോറിൻ എത്രയാണ്? 7 പ്ലസ് 1 എത്രയാണ്? 8/2 4. അപ്പൊ ഇത് രണ്ടുമാണ് ടെട്രാഹൈഡ്രൽ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഏതാണ് ഷേപ്പ്, ജിയോമെട്രി, അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് എന്താണ് സെയിം ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ് സെയിം. അപ്പം നിങ്ങൾ നോക്കിക്കേ, BRF3 ട്രൈഗണൽ പിരമിഡലും ഉണ്ട്, എന്താണ് ട്രൈഗണൽ T ഷേപ്പും തന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുള്ളൂ. അവിടെ ഷേപ്പ് ആണ് ചോദിച്ചത്, ജിയോമെട്രി അല്ല ചോദിച്ചത്. സോ ഇതാണ് ഇത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് ബോണ്ട് ആംഗിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരാനുള്ളത്. ബോണ്ട് ആംഗിൾ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഒന്ന് ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ ആറ്റം. ഓക്കെ. അപ്പം എന്താണ് ഹൈബ്രിഡൈസേഷൻ, ഇപ്പം sp3d ആവുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? ബോണ്ട് ആംഗിൾ കുറഞ്ഞു വരുന്നുണ്ട്. ദി ബോണ്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഹൈബ്രിഡ് ഓർബിറ്റൽ when there are no lone pairs present. ലോൺ പെയർ ഉണ്ടെങ്കിൽ ലോൺ പെയറിന്റെ നമുക്കറിയാം ലോൺ പെയർ റിപ്പൾഷൻ കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ബോണ്ട് ആംഗിളിൽ വേരിയേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എസ്പിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 180. അത് sp2 ആവുന്ന സമയത്ത് 120. പിന്നെ എന്താവുന്നുണ്ട്? പിന്നെ sp3 ആവുമ്പോൾ 109. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ അനുസരിച്ച് ബോണ്ട് ആംഗിൾ മാറുന്നുണ്ട്. അതൊരു ഫാക്ടറാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? റിപ്പൾഷൻ കോസ്ഡ് ബൈ ലോൺ പേഴ്സ്. അപ്പം എത്ര ലോൺ പേഴ്സ് ഉണ്ടോ, ലോൺ പേഴ്സ് കൂടുന്നതിനനുസരിച്ച് റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കൂടുമ്പോൾ എന്താക്കും? എന്താണ് ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ. സെൻട്രൽ ആറ്റത്തിന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ വേറെ എന്താണ് സെൻട്രൽ ആറ്റത്തിന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ അതെന്താക്കും? റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കൂടുമ്പോൾ എന്താക്കും? ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ. അത് രണ്ടാമത്തെ ഫാക്ടർ ആണ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി സെൻട്രൽ ആറ്റം ആസ് വെൽ ആസ് ലിഗാൻഡ് ആറ്റം. ലിഗാൻഡ് ആറ്റം എന്ന് പറഞ്ഞാൽ സൈഡ് ആറ്റം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും രണ്ട് എഫക്റ്റ് ആണ്. അപ്പം ആദ്യം സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുതലെങ്കിൽ ബോണ്ട് ആംഗിൾ കൂടും. വേറെ സൈഡ് ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുതലെങ്കിൽ ബോണ്ട് ആംഗിൾ കുറയും. ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. സെൻട്രൽ ആറ്റത്തിൻ്റെതാണെങ്കിൽ കൂടും, എന്താണ് സൈഡ് ആറ്റത്തിന്റെ ആണെങ്കിൽ കുറയും. ഓക്കെ. അത് പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് അതുപോലെ തന്നെ ലിഗാൻഡിന്റെ സൈസ് ഇത് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിളിൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് എന്താണ് കൂടുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ കുറയും. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ കുറയും. കാരണം എന്തുകൊണ്ടാണ്? റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബോണ്ട് ആംഗിൾ കുറയുന്നത്.
ഇനിയിപ്പം സൈഡ് ആറ്റത്തിന്റെ സൈസ് കൂടുക എന്ന് വിചാരിക്കും. സൈഡ് ആറ്റത്തിന്റെ സൈസ് കൂടുക എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ് ഒരു സ്റ്റെറിക് റിപ്പൾഷൻ ഉണ്ടാവും അല്ലെ. ആ സ്റ്റെറിക് റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി എന്ത് നടക്കും? ബോണ്ട് ആംഗിള് കൂട്ടും. അപ്പൊ ഇത്രയാണ് ബോണ്ട് ആംഗിളിന്റെ ഫാക്ടേഴ്സ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാകും. എന്താണ് ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ബോണ്ട് ആംഗിളിന്റെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഹാവിംഗ്, അല്ലെങ്കിൽ അവർ ചോദിക്കും H2O or H2S വിച്ച് ഇസ് ഹാവിംഗ് മോർ ബോണ്ട് ആംഗിൾ. അപ്പൊ എന്താണ്? ഓക്സിജനും സൾഫറും രണ്ടും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കാം. ഇവിടെ എന്താണ്? സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് നോക്കുന്നത്. സോ ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ സൾഫർ. അപ്പം എന്താണ്? ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അവിടെ എന്താണ്? സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുന്നത്. അപ്പൊ ഗ്രേറ്റർ ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സെൻട്രൽ ആറ്റം, ഗ്രേറ്റർ വിൽ ബി ദി ബോണ്ട് ആംഗിൾ. അപ്പൊ H2O ആയിരിക്കും ബോണ്ട് ആംഗിൾ കൂടുതൽ. അങ്ങനത്തെ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദി ബോണ്ട് ആംഗിൾ ഓഫ് Cl2O is Cl2O. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്ന് പറഞ്ഞാല് F2O ഉണ്ട്, H2O ഉണ്ട്, H2O ആൻഡ് F2O ആണ് ഉള്ളത്. അപ്പം ഇവിടെ H2O, F2O ആൻഡ് Cl2O. ഇവിടെ എല്ലാത്തിലും എന്താണ് മാറുന്നത്? സൈഡ് ആറ്റം ആണ് മാറുന്നത്. സെൻട്രൽ ആറ്റം എന്താണ്? ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. സൈഡ് ആറ്റം ആണ് മാറുന്നത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ സൈഡ് ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ബോണ്ട് ആംഗിൾ ആർക്കായിരിക്കും? F2O ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആർക്കായിരിക്കും? അത് കഴിഞ്ഞിട്ട് H2O ആയിരിക്കും. കാരണം ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിനെ വെച്ച് എന്താണ്? ഫ്ലൂറിനും ക്ലോറിനും വെച്ചിട്ട് സൈഡ് ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൈസ് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ കൂടും സൈഡ് ആറ്റത്തിന്റെ ആണെങ്കിൽ, കാരണം റിപ്പൾഷൻ കൂടും. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ബോണ്ട് ആംഗിൾ ഉള്ളത് ആർക്കാണ്? Cl2O. Cl2Oന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, പിന്നെ സൈസും ഉണ്ട്. സൈസ് ക്ലോറിന് കൂടുതലാണ്, അപ്പൊ ബോണ്ട് ആംഗിൾ കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ H2Oന്റെ നമുക്കറിയാം ബോണ്ട് ആംഗിൾ എന്താണ്? 104.5 ആണ്. ഇവിടെ H2Oക്ക് എന്തില്ല? ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇതൊന്നും കൂടുന്നോ കുറയുന്നൊന്നുമില്ല. ലോൺ പെയറിന്റെ റിപ്പൾഷൻ കാരണം മാത്രമാണ് എന്ത് 109 നിന്ന് 104 ആവുന്നത്. അതേ ലോൺ പെയർസ് ആർക്കും ഉണ്ട്? F2Oക്കും ഉണ്ട്. F2Oക്ക് ലോൺ പെയറും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഉണ്ട്. അപ്പൊ അതിനേക്കാളും സൈസ് കുറഞ്ഞു. ഇനി Cl2Oന് അതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ Cl2Oക്ക് സൈസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ എന്താണ്? ബോണ്ട് ആംഗിൾ കൂടുന്നു. ഓക്കെ. അപ്പോ ഏതാണ് ആൻസർ? ഇതിന്റെ ആൻസർ ഏതായിരിക്കും? സ്മോളർ ദാൻ ദാറ്റ് ഓഫ് F2O ആണോ? F2Oന്റെ ബോണ്ട് ആംഗിൾ കുറവാണ്. അപ്പം ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് F2O അല്ലെ. ഇനി അടുത്തത് എന്താണ്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് H2O. അത് കറക്റ്റ് അല്ലേ ആൻസർ? അല്ലേ? ഓക്കെ. അപ്പം ആൻസർ എന്താണ്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് H2O. സ്മോളർ ദാൻ ദാറ്റ് ഓഫ് H2O അല്ല. സെയിം ആസ് ദാറ്റ് ഓഫ് F2O അല്ല. അപ്പൊ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നെറ്റിന്ന് കിട്ടും. അതുപോലെ തന്നെ എന്താണ് എവിടെ നോക്കിയാലും കിട്ടും. പിന്നെ എന്താണ് പ്രീവിയസ് ഇയർ നോക്കുകയാണെങ്കിലൊക്കെ. അപ്പൊ പ്രീവിയസ് ഇയർ നിങ്ങൾ CUETക്ക് പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ഇപ്പം എല്ലാ എക്സാമും എഴുതുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ CUET മാത്രമായിരിക്കുമല്ലോ. ഇപ്പൊ MG യൂണിവേഴ്സിറ്റിന്റെ എഴുതും, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കുസാറ്റ് എഴുതും. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പ്രീവിയസ് ഇയർ. പിന്നെ പണ്ടൊക്കെ CUETക്ക് പകരം HCUന്റെ തന്നെ സെപ്പറേറ്റ് പേപ്പർ ഉണ്ടാവുമായിരുന്നു. പിന്നെ പോണ്ടിച്ചേരിന്റെ വേറെ സെപ്പറേറ്റ് പേപ്പർ. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കുറെ പേപ്പേഴ്സ് കിട്ടും. പിന്നെ ജാമിയന്റെ പേപ്പേഴ്സ്, അലിഗഡിന്റെ പേപ്പേഴ്സ്, ഏത് നോക്കുകയാണെങ്കിലും കെമിക്കൽ ബോണ്ടിങ്ങിന് എന്തായാലും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ തന്നെ കോർഡിനേഷൻ, അതൊന്നും നിങ്ങൾ വിടാൻ പറ്റാത്ത ടൈപ്പ് ചാപ്റ്റേഴ്സ് ആണ്. കാരണം ഇത് പഠിച്ചാലേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് കാര്യമുള്ളൂ. ഇനി അടുത്തത് നോക്കിക്കേ. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. BF3, IF3, BH4 മൈനസ്, XeF4, SF6, IF7. ഇതിന്റെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം തൊട്ട് പറയാം. ഓക്കെ. BF3 എന്തായിരിക്കും? ട്രൈഗണൽ പ്ലാനർ. കാരണം 3+3/2 6/2. അപ്പൊ SP2 ആണ് ട്രൈഗണൽ പ്ലാനർ. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ ദേവതീർത്ഥ? ഇല്ല. ഇനി IF3 7+3.
അപ്പൊ 10/2 എന്ന് പറയുമ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ. ഓക്കെ, അവിടെ ട്രൈഗണൽ ബൈപിരമിഡലിൽ തന്നെ 3 ബോണ്ട് പെയർസ് ആണുള്ളത്. പിന്നെ എന്താണ് 3 ബോണ്ട് പെയർസും ബാക്കി 2 ലോൺ പെയറും. അപ്പൊ ഇവിടെ എന്താ വരിക? ടി ഷേപ്പ് ആണ് വരിക. ഓക്കെ, പിന്നെ BH4 - ബോറോൺ എന്താണ്? ബോറോണ് 3 + 4 7 + 1 8. അപ്പം ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ് വരിക. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? അപ്പം BF3 നമ്മൾ പറഞ്ഞു ട്രയഗണൽ പ്ലാനാർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഏതൊക്കെ ഓപ്ഷൻ ആണുള്ളത്? ബിയും സിയും. എ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ IF3 നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ടി ഷേപ്പ്. അത് വരുന്നത് ബിയും സിയിലും വരുന്നുണ്ട്. ഇനി സിന്റെ നോക്കാം. BH4 - ടെട്രാഹീഡ്രൽ. അപ്പൊ 4. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഓക്കെ, ഞാൻ ടൈം കളയുന്നില്ല, കാരണം കുറെ ഇതുണ്ട്. അപ്പൊ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ബാക്കിയുള്ളതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇനി അടുത്തത് xenon compounds that are isostructural with IBr2- and BrO3-. IBr എന്ന് പറയുമ്പോൾ എന്താണ്? I will be 7 + 2 9. അപ്പം എത്ര? ടെട്രാഹീഡ്രൽ അല്ലേ? അല്ല, 7 + 3 വരൂലേ? 7 + 3/2. അപ്പൊ 10/2. അപ്പൊ 5. sp3d ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ് വരിക. ഇനി BrO3- എന്ന് പറയുമ്പോൾ എന്താണ്? BrO3 7 + 1 അല്ലെ? 7 + 1/2. അപ്പം 4. sp3 ആണ് ഹൈബ്രിഡൈസേഷൻ വരിക. ഇവിടെ അതില് ഹൈബ്രിഡൈസേഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ആരൊക്കെ നോക്കാം. XeF2ന്റെ എന്താണ്? 8 + 2/2. അപ്പം 5. ഈ ഓപ്ഷൻ നമുക്ക് എന്തായാലും ഉറപ്പാണ്. എന്താണ്? XeF2 and XeO3 ഉറപ്പാണ്, കാരണം എല്ലാ ഓപ്ഷനിലും അതുണ്ട്. ഇനി XeF2ന്റെയും XeO3ന്റെയും സ്ട്രക്ചർ ഏതാണ്, അല്ലെങ്കിൽ ഷേപ്പ് ഏതാണെന്ന് നോക്കിയാൽ മതി. XeF2ന്റെ ഷേപ്പ് എന്തായിരിക്കും? നമുക്കറിയാം അത് 5 ആണ്, ലീനിയർ ഷേപ്പ് ആണ് വരിക. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി ആയിരിക്കും. ഇനി XeO3 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ xenon 3 ഇവിടെ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ടഡ് ആണ് വരിക. അപ്പൊ ഇറ്റ് വിൽ ബി പിരമിഡൽ ഇൻ ഷേപ്പ്. സോ ആൻസർ വിൽ ബി എ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയണിക് ബോണ്ടിനെ കുറിച്ചാണ്. അയണിക് ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എപ്പോഴാണ് അയണിക് ബോണ്ട് കൂടുതൽ എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും വെച്ച് പറയുന്ന ഒരു സംഭവമാണ് അയണിക് ബോണ്ട്. അയണിക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ്? നല്ല ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വേണം, പിന്നെ ലാറ്റിസ് എൻതാൽപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഇവിടുന്ന് പറയാനുള്ളത് അയണിക് ബോണ്ടിന്റെ കേസിൽ. പിന്നെ അയണിക് ബോണ്ട് വെച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ചോദിക്കാം, ബോണ്ട് ആംഗിൾ ചോദിക്കില്ല. പിന്നെ ഡികമ്പോസിഷൻ എനർജി ആർക്കാ കൂടുതൽ, കുറവ്, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് അയണൈസേഷൻ എൻതാൽപ്പി അയണിക് ബോണ്ട് എന്ന് വരുന്നത്. പിന്നെ VBT ആണ് ആദ്യമായിട്ട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് VBT ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് വന്നതോടുകൂടിയാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തില്ലേ, അതൊക്കെ ആക്ച്വലി VBTന്റെ ഒക്കെ കൂടെ ഔട്ട്കം ആണ്. നമ്മൾ sp3 sp2 എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് ആക്ച്വലി VSEPRന്റെ അല്ല. ഓക്കെ, VBT വന്നതോടുകൂടിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നത്. തിയറി പോർഷൻസ് ഒന്നും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓപ്ഷൻ എ, covalent bonds are directional. Option B, ionic bonds are directional. Option C, a polar bond is formed between two atoms which have the same electronegativity value. Option D, the presence of polar bonds. 1 minute. The presence of polar bonds in a polyatomic molecule suggests a zero dipole moment. Which of the following statements are true? ഇത് ഓൾറെഡി കറക്റ്റ് ആൻസർ എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ആക്ച്വലി കോവാലന്റ് ബോൺസ് ആർ ഡയറക്ഷണൽ. ഓക്കെ, നമ്മൾ വിചാരിക്കും കോവാലന്റ് ബോൺസ് നോൺ ഡയറക്ഷണൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ കോവാലന്റ് ബോൺസ് എന്താണ്? ഡയറക്ഷണൽ ആണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ അയൺ ബോൺസ് ആർ നോൺ ഡയറക്ഷണൽ.
പിന്നെ polar bond is formed between two atoms which have same electronegativity value അല്ല. പോളാർ ബോണ്ട് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളപ്പോഴാണ് പോളാർ ബോണ്ട് ഫോം ചെയ്യുന്നത്. പിന്നെ പ്രസൻസ് ഓഫ് പോളാർ ബോണ്ട്സ് ഇൻ എ പോളി അറ്റോമിക് മോളിക്യൂൾ സജസ്റ്റ് സീറോ ഡൈപോൾ മൂവ്മെന്റ് അല്ല. പോളാർ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ there will be an electronegativity difference. Electronegativity difference ഉണ്ടാവുമ്പോൾ there will be a net dipole moment. So the answer is option A. പലപ്പോഴും കുട്ടികൾ വിചാരിക്കും അയോണിക് ബോണ്ട്സ് ആർ ഡയറക്ഷണൽ എന്ന് വിചാരിക്കും. പക്ഷെ അയോണിക് ബോണ്ട്സ് ആർ നോൺ ഡയറക്ഷണൽ. പക്ഷെ എന്താണ് കോവാലന്റ് ബോണ്ട്സ് ആർ ആക്ച്വലി ഡയറക്ഷണൽ. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് ഡ്യൂറിംഗ് ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് മീതെയിൻ what change in hybridization does the carbon atom undergo? കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് മീതെയിൻ ആണ്. മീതെയിന് കമ്പഷനിൽ അണ്ടർഗോ ചെയ്താൽ അല്ലെങ്കിൽ CH4+O2 ഗിവിംഗ് വാട്ട് ഓൾ പ്രോഡക്ട്സ്? മീതെയിന്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ കമ്പഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അറിയണം. പിന്നെ കാർബൺ എന്താണ് ആവുന്നത്? ഇപ്പം CH4 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ വേണം. കമ്പഷൻ റിയാക്ഷൻ അറിയാലോ, എന്താണ് CH4ഉം അല്ലെങ്കിൽ ആൽക്കെയിൻ പ്ലസ് O2 ഗിവിംഗ് CO2 പ്ലസ് H2O അല്ലേ? ഹലോ, എന്തായിരുന്നു ദേവതീർത്ഥ പറഞ്ഞ? ഹലോ, ഓക്കെ. അപ്പൊ CH4 എന്താണ് ആവുന്നത്? CO2 ആണ് ആവുന്നത്. ഓക്കെ, അപ്പൊ CH4ന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? കാർബൺ എത്രയാണ്? 4 ഇലക്ട്രോൺ, സോറി 4 വാലൻസ് ഇലക്ട്രോൺ. 4 + 4 8, 8/2 sp3. ഇനി CO2 എന്ന് പറയുന്ന കേസിൽ സിക്ക് മോണോവാലന്റ് ആയിട്ടുള്ള ആരുമില്ല. അപ്പോ 4/2 എന്താണ്? sp hybridization. So it is changing from sp3 hybridization to sp hybridization. Clear ആണോ? ഓക്കെ, ഇനി അടുത്തത് the shapes of IF5 and IF7 are respectively. ഒന്ന് ചെയ്ത് നോക്കിക്കേ. IF5 ദേവദൂത പറഞ്ഞോളൂ. IF5. ഹലോ ദേവതീർത്ഥ, പറഞ്ഞോളൂ. ഹലോ, എന്താ കേക്കുന്നില്ലല്ലോ? റേഞ്ച് ഇഷ്യൂ കാരണം അത് കട്ടായി. നേരത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, കമ്പഷൻ ഓഫ് മീഥേൻ നടക്കുന്ന സമയത്ത് ഏതൊരു ആൽക്കൈനും കമ്പഷൻ അണ്ടർഗോ ചെയ്ത്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ ഓഫ് O2 അല്ലെ? അപ്പം CH4+O2 നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്ട്സ് കിട്ടുന്നത്? വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പൊ കാർബൺ എന്തായിട്ടാണ് മാറുന്നത്? CH4 കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ CH4 എന്ന് പറയുമ്പോൾ എന്താണ്? 4+4/2, ദാറ്റ് ഇസ് 8/2 sp3. ഓക്കെ, sp3 ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്ന സമയത്ത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഹൈബ്രിഡൈസേഷൻ? sp. എന്തുകൊണ്ടാണ്? 4/2, ദാറ്റ് ഇസ് 2 sp. അങ്ങനെ sp3 sp ആവുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ വെച്ചാൽ കൂടുതൽ കുറച്ച് ചിന്തിക്കാനുണ്ട്, പക്ഷെ ആൻസർ ഈസിയാണ്. ഇനി അടുത്തത് IF5 ആൻഡ് IF7. ഒന്ന് പറഞ്ഞേ, IF5ന്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്? 7+5/2. അപ്പൊ എന്താണ് 7+5 എന്ന് പറയുമ്പോൾ? 12/2. 12/2. 12/2 6 ആവുമ്പോ എന്താണ്? ഒക്ടാഹീഡ്രൽ ആണ് വരിക. ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഷേപ്പ് എങ്ങനെയാണ്? എത്ര ലോൺ പെയർസ് ഉണ്ടാവും? ഇവിടെ 5 ബോണ്ട് പെയർസിന് പോയി, പിന്നെ ഒരു ലോൺ പെയർ ആണ് ഉണ്ടാവുക. അപ്പൊ ഒരു ലോൺ പെയർ എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുക? ഇവിടെ നമ്മുടെ എവിടെയാണ്? ആക്സിയൽ പൊസിഷനിലാണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പൊ ഷേപ്പ് വിൽ ബി സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഇനി അടുത്തത് IF7. IF7 എങ്ങനെയായിരിക്കും? 7+7. 14. 14/2. 14/2 എന്ന് പറയുമ്പോൾ പെൻറ്റഗണൽ ബൈപിരമിഡൽ. ഇവിടെ ലോൺ പെയർസ് ഇല്ല. So the answer is square pyramidal and pentagonal bipyramidal. Okay. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് MOT-നെ കുറിച്ചാണ്. MOT എന്ന് പറയുമ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഓർഡർ പഠിക്കാം. ഓർഡർ പഠിക്കുമ്പോൾ
നൈട്രജൻ വരെയുള്ള ഓർഡർ ഒന്നാണ്, നൈട്രജന് ശേഷമുള്ള ഓർഡർ വേറെയാണ്. ഓക്കെ, നൈട്രജന്റെ മുമ്പുള്ള ഓർഡർ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. sp മിക്സിംഗ് ഉള്ളതാണോ? എങ്ങനെ? sp മിക്സിംഗ് ഉള്ളതാണോ? അതെ അതെ, നൈട്രജൻ വരെയുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ നൈട്രജൻ വരെ നോക്കുകയാണെങ്കിൽ sp മിക്സിംഗ് ഉണ്ടാവും. അപ്പം ഓർഡർ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? 2 1 2 1. ഓക്കെ, 2 1 2 1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പൈ, പിന്നെ സിഗ്മ, പിന്നെ പൈ സ്റ്റാർ, സിഗ്മ സ്റ്റാർ, അങ്ങനെയാണ് ഓർഡർ 2 1 2 1. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. 2 1 2 1 മറ്റേത് എന്തായിരിക്കും? 1 2 2 1 1 2 2 1. അപ്പം N2 വരെയുള്ള ഓർഡർ ഞാൻ പറഞ്ഞുതരാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2, പൈ 2py2, സിഗ്മ 2pz2, പൈ സ്റ്റാർ 2px2, പൈ സ്റ്റാർ 2py2, സിഗ്മ സ്റ്റാർ 2pz2. അങ്ങനെയായിരിക്കും ഓർഡർ N2 വരെയുള്ളതിന് വരിക. പിന്നെ നമുക്ക് N2ന് ശേഷമാണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? 1 2 2 1. അപ്പൊ ഈ സിഗ്മ എവിടേക്ക് വരും? താഴോട്ടേക്ക് വരും. കാരണം എന്താണ്? ഇവിടെ sp മിക്സിംഗ് നടക്കുന്നില്ല N2ന് ശേഷമുള്ളത്. ഓക്കെ, അപ്പൊ എന്താ വരിക? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, അടുത്തത് വരിക സിഗ്മ 2pz2, പൈ 2px2 ഈക്വൽ ടു പൈ 2py, പിന്നെ പൈ സ്റ്റാർ 2px2, പൈ സ്റ്റാർ 2py2, സിഗ്മ സ്റ്റാർ 2pz2. ഇങ്ങനെയായിരിക്കും ഓർഡർ വരിക. പിന്നെ ഇവിടെ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് സിഗ്മയില് എന്താണ്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ സിമെട്രിക് ആണ്. സിമെട്രിക് ആവുമ്പോൾ നമ്മൾ പറയുന്ന പേരെന്താണ്? ജെരൈഡ് എന്നാണ് പറയാ. അൺസിമെട്രിക് ആണെങ്കിൽ അൺജെരൈഡ് എന്നാണ് പറയാ. പിന്നെ പൈ ഓർബിറ്റൽസ് നോക്കുകയാണെങ്കിൽ പൈയില് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് അൺജെരൈഡ് ആണ്, അൺസിമെട്രിക് ആണ്, കാരണം സെന്റർ ഓഫ് സിമെട്രി ഇല്ല. പിന്നെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ നോക്കുകയാണെങ്കിൽ സിമെട്രി ഉണ്ട്. ഓക്കെ, അത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഇത് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിഗ്മ ആണെങ്കിൽ ബോണ്ടിങ് ജെരൈഡും മറ്റേത് അൺജെരൈഡും, പൈ ആണെങ്കിൽ ബോണ്ടിങ് അൺജെരൈഡും പൈ സ്റ്റാർ ജെരൈഡും ആയിരിക്കും. അപ്പൊ ഇതാണ് നടക്കുന്നത്. സിഗ്മ എന്ന് പറയുമ്പോൾ ബോണ്ടിങ് ആണ്, സിഗ്മ സ്റ്റാർ ആന്റി ബോണ്ടിങ്, പൈ ബോണ്ടിങ്, പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ്. ഓക്കെ, പിന്നെന്താണ് പറയാനുള്ളത്? അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു ഫാക്ടറാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് ആന്റി ബോണ്ടിങ് ബൈ 2. അതാണ് ബോണ്ട് ഓർഡർ. ഇത് കാണാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14 നമുക്ക് 14 കിട്ടുകയാണെങ്കിൽ അവിടുത്തെ ബോണ്ട് ഓർഡർ എന്താണ്? 3 ആണ്. ഓക്കെ, അതിന്ന് ഓരോ ഇലക്ട്രോൺ കുറയുന്നതിനനുസരിച്ച് എന്ത് കുറയ്ക്കുക? 0.5 കുറയ്ക്കുക. ഓരോ ഇലക്ട്രോൺ കുറയുന്നതോ അല്ലെങ്കിൽ കൂടുന്നതോ. 14 15 ആവുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ കൂടി, അപ്പൊ ബോണ്ട് ഓർഡർ എന്താവും? 3 0.5 കുറയ്ക്കാം, അപ്പൊ 2.5. ഇനിയിപ്പം 14 ഒരു ഇലക്ട്രോൺ കുറഞ്ഞ് 13 ആയി. 13 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഒരു 0.5 കുറയ്ക്കാം, അപ്പം എന്തായി? 2.5. ഇനിയിപ്പം നിങ്ങൾക്ക് 16 ആണ്, ഓക്സിജന്റെ ബോണ്ട് ഓർഡർ ആണ് കാണേണ്ടത്. 16 എന്ന് പറയുമ്പോൾ 14 എത്ര ഇലക്ട്രോൺ കുറവാണ്? 2 ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പൊ എത്ര കുറയ്ക്കണം? 0.5 into 2 1 കുറയ്ക്കണം. അപ്പം 3 minus 1 2 ആയിരിക്കും ബോണ്ട് ഓർഡർ. ഈ ട്രിക്ക് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? അതായത് ഇലക്ട്രോൺ കൂടുമ്പോഴും കുറയുമ്പോഴും 0.5 കുറച്ചാൽ മതി അല്ലേ? 0.5 കുറച്ചാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അക്കോർഡിംഗ് ടു മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ദി മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ത്രൂ LCAO. LCAO എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മോളിക്കുലർ ഓർബിറ്റൽ is or are: the bonding molecular orbital are formed by the addition of atomic orbitals of same phase. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് അഡീഷൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ is formed by the subtraction of wave functions of atomic orbitals of same phase. അതും കറക്റ്റ് ആണ്. ഇനി നോൺ ബോണ്ടിങ് atomic orbitals do not take part in bond formation because they belong to inner shells. ഇന്നർ ഷെല്ലിൽ ആയതുകൊണ്ടല്ല നോൺ ബോണ്ടിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. നോൺ ബോണ്ടിങ്ങിന്റെ എനർജി
അല്ലെങ്കിൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസിന് കമ്പാരബിൾ ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ബോണ്ടിങ്ങിനും ആന്റി ബോണ്ടിങ്ങിനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ എനർജിക്ക് കമ്പാരബിൾ ആയിട്ടുള്ള ഒരു അറ്റോമിക് ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് ആ അറ്റോമിക് ഓർബിറ്റൽ എന്തായിട്ട് നിൽക്കും? നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കും. ഓക്കെ, അല്ലാണ്ട് ഇന്നർ ഷെൽസിൽ എന്താണ് ഇന്നർ ഷെല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ടൊന്നല്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ABMO provides stability to molecules while BMO make the molecules unstable. അങ്ങനെയാണോ? അല്ല. BMOന്റെ എനർജിയാണ് കുറവ്. അപ്പം നിങ്ങൾ ഒരു MOT ഡയഗ്രാം നോക്കുകയാണെങ്കിൽ സിഗ്മയാണ് എന്ത് താഴോട്ടേക്ക്, അല്ലെങ്കിൽ ബോണ്ടിങ് സ്റ്റെബിലൈസേഷൻ എന്താണ് കുറവാണ്. ആർക്ക്? ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അല്ലെങ്കിൽ എനർജി ഏറ്റവും കുറവുള്ളത് ആരാണ്? എപ്പോഴും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് എനർജി എപ്പോഴും കുറവ്. എനർജി കുറവുള്ളവർക്കായിരിക്കും എന്ത്? സ്റ്റെബിലിറ്റി കൂടുതൽ. സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു മോളിക്യൂൾ വൈൽ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് മേക്ക് ദി മോളിക്യൂൾസ് അൺസ്റ്റേബിൾ. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 4 is also wrong. So the correct statements will be 1 and 2. ഓക്കെ, അപ്പൊ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യന് എന്താണ് MOT എന്നുള്ളത് മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following oxygen molecular ions and molecule in order of increasing bond energy or decreasing bond order. The molecular ions and molecule are O2 2 plus, O2 plus, O2, O2 2 minus, O2 minus, O2 2 minus. Okay, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും തന്ന സ്പീഷീസ് അതിന്റെ ഇലക്ട്രോൺസ് ആദ്യം നോക്കുക. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ബോണ്ട് എനർജി ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് കുറയുന്ന ഓർഡർ ആണ് ചോദിച്ചത്. അപ്പൊ ബോണ്ട് ലെങ്ത് എപ്പോഴാ കുറയുക? ബോണ്ട് ഓർഡർ കൂടുമ്പം ബോണ്ട് ഓർഡർ കൂടുമ്പം ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, ദാറ്റ് ഈസ് വെരി കറക്റ്റ്. ബോണ്ട് ലെങ്ത് കൂടുന്നത് എപ്പോഴാണ്? ബോണ്ട് ഓർഡർ കുറയും. ബോണ്ട് ഓർഡർ കൂടുമ്പം ബോണ്ട് ലെങ്ത് കുറയും. അപ്പം ബോണ്ട് ഓർഡർ എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും ബോണ്ട് ലെങ്ത് കുറവ്. സോ O2 2 minus, O2 minus, O2, O2 2, O2 plus, O2 2 plus. അവിടെ O2 2 മൈനസിന് എത്ര ഇലക്ട്രോൺസ്? 16 plus 2 18. 18 എന്ന് പറയുമ്പോൾ 14 എത്ര ഇലക്ട്രോൺസ് കൂടുതലാ? 4 ഇലക്ട്രോൺ. അപ്പൊ 4 into 0.5 2. അപ്പം 1 ആയിരിക്കും അതിന്റെ ബോണ്ട് ഓർഡർ. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞാല് O2 മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? O2 മൈനസ് 16 പ്ലസ് 1 17. അപ്പൊ അതിനെന്തായിരിക്കും? 2.5. O2 2.5 അതന്നെ. അല്ല, 16 പ്ലസ് 1 അല്ലേ? 16 പ്ലസ് 1 17. അപ്പൊ 14ന് 3 ഇലക്ട്രോൺസ് കൂട്ടി. അപ്പൊ 1.5 കുറയ്ക്കുമ്പോ എത്രയാണ്? 1.5. അപ്പൊ ആദ്യത്തേണ്ടത് 1, പിന്നെ 1.5. O2ന്റെ എത്രയാണ്? 2. O2 പ്ലസിന്റെ എന്തായിരിക്കും? 16 മൈനസ് 1 15. 15 എന്ന് പറയുമ്പം എന്താ? 15 പറയുമ്പം 3ന്ന് 1. അപ്പൊ 2.5. O2 2 പ്ലസിന്റെ എന്തായിരിക്കും? 16 minus 2, 16 minus 2, that is 14. അപ്പൊ 3. അപ്പൊ ബോണ്ട് ഓർഡർ എവിടെയാണ് കൂടുതൽ? O2 2 പ്ലസിനാണ് ബോണ്ട് ഓർഡർ കൂടുതൽ. അപ്പം എന്താണ്? ബോണ്ട് ലെങ്ത് ആർക്കായിരിക്കും കുറവ്? O2 2 പ്ലസിനാണ്. മനസ്സിലായോ? ഇനി ഈ ഒരു ഇത് പറയുന്ന സമയത്ത് പറയേണ്ട കാര്യമാണ്, നമുക്ക് വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ VSEPR തിയറിയോ അല്ലെങ്കിൽ VBTO പ്രകാരം നമ്മൾ ഓക്സിജൻ ഡയാമാഗ്നറ്റിക് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ MOT പ്രകാരം ഓക്സിജൻ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. കാരണം സിംഗ്ലി ഒക്യുപ്പൈഡ് പൈ ഓർബിറ്റൽസിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളത്. അത് ഇടക്കിടക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഓർഡർ എഴുതി വരുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഓപ്ഷൻസിൽ 2 ഇതും ഉണ്ടാവും. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ.
Which one of the following is the correct order of stability? H2, H2 plus, He2, He2 plus. ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന്? ആൻസർ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ H2 എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ നോക്കണ്ട. H2 എന്ന് പറഞ്ഞാല് സിഗ്മ 1s2. H2 പ്ലസ് എന്ന് പറയുമ്പോൾ സിഗ്മ 1s1. He2 പ്ലസ് എന്ന് പറയുമ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s. He2 എന്ന് പറയുമ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. ഈ He2ന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നില്ല എന്ന് നമ്മൾ ക്ലാസ് പഠിച്ച സമയത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബോണ്ടിങ് മൈനസ് ആന്റി ബോണ്ടിങ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? 0 ആണ് വരിക, അല്ലെ? അപ്പൊ അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പൊ He2 ഇസ് വെരി അൺസ്റ്റേബിൾ. അപ്പൊ ഇതിലെ ആൻസേഴ്സിൽ തന്നെ 2 അല്ലെങ്കിൽ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ. അത് ആദ്യം ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഇനി എന്ന് പറഞ്ഞാല് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എവിടെയാണോ അല്ലെങ്കിൽ ബോണ്ടിങ് ഇലക്ട്രോൺസ് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. അത് H2 ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച്. ഇപ്പൊ He2 പ്ലസിന്റെ കേസ് ആണെങ്കിൽ സിഗ്മ 1s2 പിന്നെ സിഗ്മ സ്റ്റാർ 1s1 വരും. ഒരു ഇലക്ട്രോൺ ആന്റി ബോണ്ടിങ്ങിലുണ്ട്. അപ്പൊ അവരെ സ്റ്റെബിലിറ്റി എന്താണ്? കുറവാണ്. H2 പ്ലസിന്റെ കേസിലാണെങ്കിലും H2ന്റെ കേസിലാണെങ്കിലും ഇലക്ട്രോൺസ് എവിടെയേ ഉള്ളൂ? ബോണ്ടിങ്ങിലേ ഉള്ളൂ. സോ ദി ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി വിൽ ബി H2 greater than H2 plus then He2 plus. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഓൺ ദി ബേസിസ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വിച്ച് മോളിക്യൂൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്? H2, He2, HEH, Li2. H2 എക്സിസ്റ്റ് ചെയ്യില്ലേ? ചെയ്യും. He2 എക്സിസ്റ്റ് ചെയ്യോ? ഹലോ, He2 എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Which one of the following statements concerning H2 plus is incorrect? First option, the non-degenerate LCAO-MOs without spin must be either symmetric or anti-symmetric for inversion. The lowest energy MO of the molecule is anti-symmetric for inversion. The ground state has multiplicity of 2. The MOs transform into AOs of the helium ion as the two nuclei are fused together. H2 പ്ലസിനെ കുറിച്ചാണ് ചോദിച്ചത്. H2 പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ്. ദാറ്റ് ഇസ് സിഗ്മ 1s1 ആണ് അവിടെ ഉള്ളത്. സോ ദി നോൺ ഡീജനറേറ്റ് LCOs without spin must be either symmetric or anti-symmetric for inversion. Inversion എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പറയുന്നത്? ആ സിമെട്രി പറയുന്ന സമയത്താണ് ഇൻവേർഷൻ പറയുന്നത്. അപ്പം എന്താണ് നോൺ ഡീജനറേറ്റ് LCAO? എന്താണ് നോൺ ഡീജനറേറ്റ് എന്ന് പറയുമ്പോൾ എനർജി ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് അവര് ഐദർ സിമെട്രിക് അല്ലെങ്കിൽ ആന്റി സിമെട്രിക് ആവണം. എന്നാൽ മാത്രമാണ് എന്ത് നടക്കുന്നത്? ഇൻവേർഷൻ നടക്കുന്നത്. അത് ആൻസർ കറക്റ്റ് ആണ്. അത് LCO പ്രകാരമുള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അത്. ലോവസ്റ്റ് എനർജി MO ഓഫ് ദി മോളിക്യൂൾ ഇസ് ആന്റി സിമെട്രിക് ഫോർ ഇൻവേർഷൻ. ആണോ? ലോവസ്റ്റ് എനർജി മോളിക്കുലർ ഓർബിറ്റൽ ആന്റി സിമെട്രി ആണോ? അല്ല, സിമെട്രിക് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, സിഗ്മ 1s2 സിഗ്മന്റെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്താണ്? സിമെട്രിക് ആണ്. മറ്റേത് എന്താണ്? ബോണ്ടിങ് ആന്റി ബോണ്ടിങ് ആണെങ്കിൽ അത് എന്താണ്? ആന്റി സിമെട്രിക് ആണ്. ഇൻവേർഷനിൽ സിമെട്രിക് ആണെങ്കിലാണ് ജെറൈഡ് കൊടുക്കുക, ആന്റി സിമെട്രിക് ആണെങ്കിൽ അൺജെറൈഡ് ആണ് കൊടുക്കുക. So lowest energy MO of H2 plus is symmetric for inversion. The ground state has multiplicity of 2. Multiplicity 2 പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിസിറ്റി 2s plus 1 ആണ് വരിക. അപ്പൊ ഇവിടെ 2 into 1/2 plus 1. 2 into 1/2, 1, 1 plus 1, 1, 1 plus 1, 2. So the multiplicity will be 2. That is correct. MOs transforms into AOs of the helium ion as the two nuclei are fused together. അപ്പം AOs ആയിട്ട് എന്താണ്? The MOs transform into AOs of the helium ions as the two nuclei are fused together.
കാരണം ഇവിടെ ഈ H2 പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ആണ്. ആ ഒരു ഇലക്ട്രോൺ എന്താകും? അറ്റോമിക് ഓർബിറ്റൽസ് ആവും. ആരുടെ? ഹീലിയം അയോണ്ട്. കാരണം രണ്ട് H2 പ്ലസ് ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ഒരു ഹീലിയം അയോൺ കിട്ടും. ഹീലിയം എന്ന് പറഞ്ഞാൽ ടു ഇലക്ട്രോൺസ് ഉള്ളതാണ് ഹീലിയം അയോൺ. സോ A, C, D are correct and B will be incorrect. മനസ്സിലായോ? മൾട്ടിപ്ലിസിറ്റി എല്ലാത്തിനും 2 തന്നെയല്ലേ വരുന്നത്? ഏ മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. മൾട്ടിപ്ലിസിറ്റി 2 തന്നെയാണ് വരുന്നത്. 2 into 1/2 plus 1. കാരണം H2 പ്ലസിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ 2 into 1/2 1 1 plus 1 2. ഓക്കെ ആണോ? ഹലോ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാ മൾട്ടിപ്ലിസിറ്റി? അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2s plus 1 എന്നാണ് മൾട്ടിപ്ലിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. 2s plus 1 അത് നിങ്ങൾ വേറെ എവിടെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 2s plus 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എവിടെ എനിക്കറിയില്ല. ഇവിടെ എന്തായാലും 2s plus 1 എന്നുള്ള ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. s എന്ന് പറഞ്ഞാല് അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ സ്പിൻ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അതിന്റെ സ്പിൻ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഓക്കെ, ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആകുമ്പോ രണ്ട് ഇലക്ട്രോണ് ഞാൻ പറഞ്ഞുതരാം. 2 ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഉള്ളത് എങ്കിൽ സ്പിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് ആവൂലേ? അപ്പൊ 2s plus 1 എന്താവും? 1 ആവും. കാരണം ഇവിടെ 0 വരും. ഓക്കെ, നമ്മൾ പറഞ്ഞ H2 പ്ലസിന്റെ കേസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാണുള്ളത്. അപ്പൊ എന്താണ്? 1/2 വരും. അപ്പൊ 1/2 into 2 1 plus 1 multiplicity will be 2. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ which one of the following bonding molecular orbital എന്ന് പറയുമ്പോൾ 5a plus 5b. അത് ആന്റി ബോണ്ടിങ് ആണെങ്കിൽ 5a minus 5b. ഇതാണ് അതിന്റെ ആൻസർ. പിന്നെ which one of the following process involves increasing in bond order? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിക്കേ. N2 N2 പ്ലസ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? N2ന്റെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്ത് മതി? ഇലക്ട്രോൺസിന്റെ കൗണ്ട് എടുത്താൽ മതി. ഓക്കെ, N2ന്റെ കേസിൽ എത്ര ഇലക്ട്രോണാ? സോ ദി ആൻസർ ഇസ് സി. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. വേറെ ഡൗട്ട് ചോദിക്കട്ടെ. ഈ എന്നോന്റെ കേസിൽ 15 ഇലക്ട്രോൺസ് അല്ലേ? അതിന്റെ ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് sp മിക്സിംഗിലല്ലേ അത് ചെയ്യുന്നത്? ഏത്? എന്നോന്റേത് പറയുമ്പം 15 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്ത് നോക്കിയാൽ മതി? sp മിക്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഓർഡർ 14 ഇലക്ട്രോൺസ് കഴിഞ്ഞിട്ടുള്ള ഓർഡർ ആണ് നോക്കേണ്ടത് എന്നോന്റെ കേസിൽ. അതെ sp മിക്സിംഗ് എന്നുള്ള രീതിയിൽ തന്നെയല്ലേ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുക? അല്ല, ഈ ബോണ്ട് ഓർഡർ ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവമല്ലേ, ഞാൻ ഈ പറഞ്ഞ 3 കുറയ്ക്കുക. ഇതെന്ന് പറഞ്ഞാല് ഈ sp മിക്സിങ്ങും ഈ ഓർഡർ ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ ഇപ്പം എന്താണ്, ഇതൊരു വെറും ട്രിക്കാണ്. കാരണം 14ന്റെ താഴോട്ടേക്ക് പോകുമ്പോൾ കുറയുന്നുണ്ട്, മുകളിലോട്ടേക്ക് പോകുമ്പോൾ കുറയുന്നുണ്ട് അല്ലെ? അപ്പൊ അത് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. എന്താണ് ഇത് ഓർഡർ? ഇപ്പൊ എന്നോന്റെ ഓർഡർ നീ എഴുതി നോക്ക്. എന്നോന്റെ ഓർഡർ എങ്ങനെയാ വരിക? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. പിന്നെ നമ്മള് എങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പോവാ? സിഗ്മ 2pz2. ഇപ്പൊ എത്രയായി? 10 ഇലക്ട്രോൺ ആയി. പിന്നെ പൈ 2px, പൈ 2py. അവിടെ എത്ര ഇലക്ട്രോൺ കൂടും? 10ഉം 4 ഇലക്ട്രോൺ. പിന്നെ പൈ സ്റ്റാർ 2px1 വരും. ഓക്കെ, അവിടെ ബോണ്ടിങ് മൈനസ് ആന്റി ബോണ്ടിങ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആന്റി ബോണ്ടിങ്ങിൽ എത്ര ഉണ്ട്? പൈ സ്റ്റാറിൽ 1 അല്ലെ? 1 മിനിറ്റ് ഞാൻ എഴുതി നോക്കാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെ സിഗ്മ 2pz, പൈ 2px2 ഈക്വൽ ടു പൈ 2py2. ഇപ്പൊ എത്രയായി? 1 2 3 4 5 6 7. അപ്പൊ 14. ഒന്നും കൂടെ വേണ്ടേ? അപ്പൊ പൈ സ്റ്റാർ
2p(x1) അങ്ങനെ assume ചെയ്യാം. അപ്പൊ ബോണ്ടിങ് മൈനസ് ആന്റി ബോണ്ടിങ് ബൈ 2 ആ വരിക. ഇവിടെ എത്ര ബോണ്ടിങ് ഉണ്ട്? 1 2 3 4 5. അപ്പൊ 10 മൈനസ് ആന്റി ബോണ്ടിങ് 1 2 2 4 5. 5/2 എത്ര? 2.5. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? 15. 14-ന് 1 ഇലക്ട്രോൺ കുറയുമ്പോ എന്തായി? 1 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 0.5 കുറയ്ക്കുക, എന്തായി? ഇവിടെ 2.5. ഇതപ്പോ ഏത് ഓർഡർ എടുത്ത് നോക്കിയാലും ഇത് വാലിഡ് ആണ്. അതുകൊണ്ടാണ് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനിയിപ്പോ NO+ എടുക്കുകയാണെങ്കിൽ NO+ എവിടുന്നാ പോവാ? ഇവിടുന്നാ പോവാ. അപ്പൊ ഇവിടെ എന്തായി? 4 ആയി. 6/2. ഓക്കെ, 3. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇത് തന്നെയാണ് O2ന്റെ കേസിലും വരിക. ഇനിയിപ്പോ CO-ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ CO-ന്റെ ഏത് ഓർഡർ എഴുതിയാൽ മതി? CO-ന്റേത് ഇവിടെ 14 ഇലക്ട്രോണിന്റെ ഓർഡർ എഴുതുക. ഓക്കെ, ഏത് ഓർഡർ എഴുതുകയാണെങ്കിലും നമുക്ക് ഇത് ആൻസർ കറക്റ്റ് കിട്ടും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇലക്ട്രോൺ കൗണ്ട് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Okay. Which one of the following is the decreasing bond angle? Which order of decreasing bond angle is correct? Okay. ഇതിൽ CCl4, BF3, NO2+, NH3, NCl3, NBr3. ഇവിടെ നോക്കിക്കേ, NH3, Cl3, Br3. ഇവിടെ എന്താണ് മാറുന്നത്? സൈഡ് ആറ്റം ആണ് മാറുന്നത്. സൈഡ് ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് ചെയ്യുന്നത്? H-ന്ന് Cl ആവുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, Cl-ന്ന് Br ആവുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഓർഡർ എന്തായാലും തെറ്റാണ്. കാരണം ഇവിടെ എന്താണ് കൂടുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട്. അപ്പൊ ബോണ്ട് ഓർഡർ എന്തായാലും തെറ്റാണ്. ഇനി Br2O, Cl2O, OF2. ഇവിടെ എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സൈഡ് ആറ്റം കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ എന്താക്കും? കുറയും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി BCl3, BBr3, BI3. BCl3-ന്ന് BBr3 ആവുന്ന സമയത്ത് എന്താവും? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ എന്താവും? കൂടും. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ കൂടും. അപ്പൊ ഈ ഓർഡറും തെറ്റാണ്. ഇനി നമുക്ക് വേറെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കണോ സംഭവം? ഹലോ? ഇല്ല, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അയക്കാം വീണ്ടും. The molecular shapes of SF4, CF4 and XCF4 ഡിഫറെന്റ് ആണോ സെയിം ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ SF4ന്റെ ജിയോമെട്രി എങ്ങനെയാ പറയാം? സൾഫർ 6 + 4 10 10/2. അപ്പൊ 5 എന്താ ജോമെട്രി പറഞ്ഞതാ. ഓക്കെ, ജിയോമെട്രി എന്തായിരിക്കും SF4ന്റെ? ട്രൈഗണൽ ബൈപിരമിഡ്. ഇവിടെ എത്ര ലോൺ പേഴ്സ് ഉണ്ട്? 4 ബോണ്ട് പേഴ്സും ഒരു ലോൺ പെയറും. ഓക്കെ, അപ്പൊ ഒരു ലോൺ പെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതൊക്കെയാ വരുന്നത്? ആദ്യമല്ലേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടുകയാണെങ്കിൽ തന്നെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം ഫസ്റ്റ്. അപ്പൊ ഇവിടെ ഇപ്പം ഒരു ലോൺ പെയർ SF4ന്റെ ഒരു ലോൺ പെയർ എന്ന് കിട്ടിയപ്പം തന്നെ നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻ ഉള്ളത്? എയും സിയും ആണുള്ളത്. ഇനി CF4 എടുത്ത് നോക്കാം. CF4 എടുക്കുമ്പോൾ CF4 എന്ന് പറയുമ്പോൾ കാർബൺ 4 + 4 8 8/2 എന്തായി? ടെട്രാഹീഡ്രൽ എന്താണ്? ലോൺ പെയർ എത്രയാണ്? 0 ആണ്. കാരണം 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ. അപ്പൊ എന്താണ് ആൻസർ? 0 ലോൺ പെയർ വരുന്ന ആൻസർ എവിടെയാണുള്ളത്? എയിൽ മാത്രമാണുള്ളത്. സോ ദി മോളിക്കുലർ ഷേപ്സ് വിൽ ബി ഡിഫറെന്റ്. ആദ്യത്തെ മോളിക്കുലർ ഷേപ്പ് എന്തായിരുന്നു SF4ന്റെ കേസിൽ?
ട്രൈഗണൽ ബൈപിരമിഡലിന് ഒന്ന് പോയി, അല്ലെങ്കിൽ ഒരു ലോൺ പെയർ ആണ് ഉള്ളത്. ഒരു ലോൺ പെയർ വരുമ്പം ഷേപ്പ് എന്താവും? ഒരു ലോൺ പെയർ എവിടെയാ പോവുക? ആക്സിയൽ പൊസിഷനിൽ പോവും. സോ ഇറ്റ് വിൽ ബി സ്ക്വയർ പ്ലാനാർ. ഓക്കെ, സ്ക്വയർ പ്ലാനാർ ആയി. സോറി, ട്രൈഗണൽ ബൈപിരമിഡൽ 3 അല്ല, ലോൺ പെയർ പോകുന്നത് ഇവിടെ ആയിരിക്കും. ആക്സിയൽ പൊസിഷനിലാണോ പോവുക? അല്ല, SF4 അല്ലേ? ഇക്വിറ്റോറിയൽ പൊസിഷനിൽ പോകും. അപ്പം രണ്ട് ഇവിടെയും രണ്ട് താഴെ. സോ സീസോ ഷേപ്പ് ആയിരിക്കും SF4. ഓക്കെ, സീസോ ഷേപ്പ് ആയിരിക്കും എന്തിന്റെ ഉണ്ടാവുക? SF4 ഉണ്ടാവുക. ഓക്കെ, അപ്പോ ആദ്യത്തെ സീസോ ഷേപ്പ്, രണ്ടാമത്തേത് എന്താണ്? ടെട്രാഹീഡ്രൽ. അപ്പൊ ഡിഫറെന്റ് മോളിക്കുലർ ഷേപ്സ് ആണ് വരിക. സോ ദി ആൻസർ വിൽ ബി A. ഇനി അടുത്തത് നോക്കിക്കേ, ദി സ്ട്രക്ചർ ഓഫ് ബോത്ത് O3 ആൻഡ് N3 മൈനസ് R. O3 ഓസോൺ. ഓസോണിന്റെ സ്ട്രക്ചർ എന്താണ്? എങ്ങനെയാണ് ഓസോണിന്റെ സ്ട്രക്ചർ കാണുക? ഓക്സിജൻ ആറ്റം, സെൻട്രൽ ആറ്റം ഓക്സിജൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഓക്സിജന് മോണോവാലന്റ് ആയിട്ട് ഒന്നുമില്ല. സോ ഓക്സിജൻ വിൽ ബി 6/2 എന്ന് പറയുമ്പോ എന്താ? 6/2. sp2 hybridized. sp2 hybridization. sp2 ഹൈബ്രിഡൈസേഷനിൽ sp2ന്ന് 2 ബോണ്ട് പേഴ്സ് ഉണ്ടാവുക അല്ലെ? ഒന്ന് ഡബിൾ ബോണ്ട് ആയിട്ട് കിടക്കും. സോ ദി ഷേപ്പ് എന്തായിരിക്കും? ആംഗുലർ ഷേപ്പ് ആയിരിക്കും വരിക. ഓക്കെ, ആംഗുലർ ഷേപ്പ് ആയിരിക്കും വരിക. സോ ദി ആൻസർ ഇസ് ബെൻഡ്. N3 മൈനസ് ആവുന്ന കേസിൽ, N3 എന്ന് പറയുമ്പോൾ N നൈട്രജൻ സെൻട്രൽ ആറ്റം എടുക്കുക. നൈട്രജൻ സെൻട്രൽ ആറ്റം എന്ന് പറയുമ്പോൾ 7 ആണ് വാലൻസ്. വാലൻസ് 7+1. 7+1 എന്ന് പറയുമ്പോൾ എന്താണ്? 8. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? ബോണ്ട് പേഴ്സ് എസൈഡ് അയോൺ ആണ്. എസൈഡ് അയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ബോണ്ട് പേഴ്സേ ഉള്ളൂ. 2 ബോണ്ട് പേഴ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി എന്താണ്? ലോൺ പേഴ്സ് ആണ്. ബാക്കി 2 ലോൺ പേഴ്സ് എവിടെ ഓക്യുപ്പൈ ചെയ്യും? ടെട്രാഹീഡ്രലിന്റെ 2 സൈഡിൽ. അപ്പൊ ലീനിയർ ഷേപ്പ് ആണ് വരിക. ഓക്കെ, എസൈഡ് അയോൺ എന്താണെന്നറിയോ? N3 മൈനസ്. Na-N3 ഒക്കെ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവില്ലേ? Na-N3 സോഡിയം അസൈഡിന്റെ ഒക്കെ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഈ അസൈഡ് ആണ് സംഭവം. അസൈഡിന് ഐദർ ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കാം? ഒരു പ്ലസും ഒരു മൈനസും അങ്ങനെ ആയിട്ട് നിൽക്കാൻ പറ്റും അസൈഡിന്. ഓക്കെ, അപ്പോ നോർമലി ലീനിയർ ആയിട്ടാണ് നിൽക്കുക. സോ O3 എങ്ങനെയാ നിൽക്കുക? ഇങ്ങനെയാ നിൽക്കുക. ഇങ്ങനെ O3 നിൽക്കുക. അസൈഡ് എന്താണ്? എന്തായാലും ലീനിയർ ആയിട്ടാണ് നിൽക്കുക. ഇതാണ് അപ്പൊ സ്ട്രക്ചേഴ്സ് വരും. ഇനി അടുത്തത്, ഇനിയിപ്പോ ഏത് ടൈപ്പ് ആവും? ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്യോ? 22. ഓക്കെ, ഇത് MSQ ആണ്. ഇത് എനിക്ക് ജാമിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ജാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. മോർ ദാൻ 1 ആൻസേഴ്സ് വിൽ ബി കറക്റ്റ്. അപ്പോ which one of the following species octet rule is not applicable? Sorry. octet rule is not applicable ആണ് ചോദിച്ചത്. അപ്പൊ octet rule applicable ആവുന്നത് എവിടെയൊക്കെയാ? BRF3. BRF3 എന്ന് പറഞ്ഞാൽ ഹൈപ്പർ വാലന്റ്. BR എന്ന് പറയുമ്പോൾ 7 വാലൻസ് ഇലക്ട്രോൺ പ്ലസ് 7 5 ഉണ്ട്. അപ്പൊ എന്താണ്? ഒക്ടറ്റ് റൂള് ഫോളോ ചെയ്യില്ല BRF5. അതേപോലെ തന്നെ SF6ഉം ഇതുപോലെ തന്നെ ഹൈപ്പർ വാലന്റാ. എപ്പോഴാണ് ഒക്ടറ്റ് റൂള് ഫോളോ ചെയ്യുക? 8 വാലൻസ് ഇലക്ട്രോൺസ് കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്താണ് ഒക്ടറ്റ് റൂള് ഫോളോ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ CH4ന്റെ കേസിൽ എന്താണ്? കറക്റ്റ് ഒക്ടറ്റ് റൂള് ഫോളോ ചെയ്യും. 2 2 2 8 അങ്ങനെ ബോണ്ട് വരുന്ന സമയത്ത് മാത്രമാണ് ഒക്ടറ്റ് റൂള് ഫോളോ ചെയ്യുക. BRF3ന്റെ കേസിൽ അതെന്താണ്? ഹൈപ്പർ വാലന്റ് ആണ്. മോർ ദാൻ എന്തുണ്ട്? ഇപ്പോ ഇവിടെ 12 ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 12 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അത് ഹൈപ്പർ വാലന്റ്. ഇനി 6+6 ഇവിടെയും 12 ഇലക്ട്രോൺസ്, അപ്പൊ അതും ഹൈപ്പർ വാലന്റ് ആണ്. ഇവിടെ 14 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതെന്താണ്?
ഇതും ഹൈപ്പർ വാലന്റ്. കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ ഇങ്ങനെയാണ് വരും. അപ്പൊ കാർബൺ 2 ലോൺ പെയർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ഒക്ടറ്റ് റൂള് ഫോളോ ചെയ്യുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ്. ഓക്കെ, പിന്നെ ഏത് ക്വസ്റ്റ്യൻ ആ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതില്? A pi bond may be formed between two px orbital containing one unpaired electrons, each when they approach each other approximately along px orbitals ആണുള്ളത്. px ഓർബിറ്റല് എപ്പോഴാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പി എക്സ് ഓർബിറ്റലിൽ ഇന്റർന്യൂക്ലിയർ ആക്സിസ് എക്സ് ആയിരിക്കും അല്ലെ. 2 പി എക്സ് ഓർബിറ്റല് ഇങ്ങനെ എക്സ് ഡയറക്ഷനിലാണ് ഇതാക്കിയതെങ്കിൽ ഏത് രീതിയിലാണ് ഫോം ചെയ്യുക? സിഗ്മ ബോണ്ട് ആണ് ഫോം ചെയ്യുക. അത് വൈ ഡയറക്ഷൻ ആവുന്ന സമയത്ത് എന്താവും? സൈഡ് വേസ് ഓവർലാപ്പ് ആവും. ഇപ്പൊ പൈ ബോണ്ട് ആണ് ഫോം ചെയ്യുക. അതേപോലെ തന്നെ സെഡ് ഡയറക്ഷൻ ആവുന്ന സമയത്ത് സെഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ് വിചാരിക്കുക, അപ്പോഴും എന്താണ്? പൈ ബോണ്ട ഫോം ചെയ്യും. ഇവിടെ പി എക്സ് എന്ന് കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് എക്സ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് അതെന്താണ് ഫോം ചെയ്യുക? സിഗ്മ ബോണ്ട് ആണ് ഫോം ചെയ്യുക. വൈ ഡയറക്ഷനും സെഡ് ഡയറക്ഷനിൽ എന്താണ്? പൈ ബോണ്ട് ആണ് ഫോം ചെയ്യുക. അപ്പൊ ഇത് മനസ്സിലായോ? ഇനി ഏതാണ്? ഏകദേശം ഒരുവിധം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തില്ലേ? അപ്പോ മെയിൻ ആയിട്ട് ഈ ഷേപ്പ് കണ്ടുപിടിക്കുന്നത് നോക്കുക. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഷേപ്പ്, അതേപോലെ തന്നെ ബോണ്ട് ആംഗിൾ, അങ്ങനത്തത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ബെൻസ് റൂള് നോക്കുക. പിന്നെ പിന്നെന്താ, ആ ഹൈബ്രിഡൈസേഷൻ കാര്യങ്ങൾ കറക്റ്റ് നോക്കുക. ഷേപ്പ് പഠിക്കുക. പിന്നെ എംഒടിന്റെ ആ ഓർഡർ പഠിക്കുക. എന്താണ്, നൈട്രജൻ വരെ ഉള്ളതിൽ എസ് പി മിക്സിംഗ് ഉണ്ടാവും. നൈട്രജന് ശേഷം, നൈട്രജൻ വരെ എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺസ്. 14 ഇലക്ട്രോൺസിന്റെ മുമ്പാണെങ്കിൽ എന്തായിരിക്കും കോൺഫിഗറേഷൻ? സോറി, എങ്ങനെയായിരിക്കും ഓർഡർ? 2 1 2 1. 14ന്റെ ശേഷമാണെങ്കിൽ 1 2 2 1. ഇത് എഴുതുന്നത് എന്താണ്? 2 എന്ന് പറയുമ്പോൾ പൈ ആണ്. പൈ ഇങ്ങനെ ആയിരിക്കും ഓർഡർ 14ന്റെ മുമ്പ്. ഇതിന് ശേഷമുള്ളത് സിഗ്മ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.